ഹൗ ടു സ്കോർ ഫുൾ മാർക്സ് ഇൻ ബയോളജി. ബയോളജിയിൽ എങ്ങനെയാണ് ഫുൾ മാർക്ക് നേടേണ്ടത്? മക്കളെ, ഈ വീഡിയോ തുടക്കം മുതൽ ഒടുക്കം വരെ കാണണേ. നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്രദമാവുന്ന ഒരു വീഡിയോ ആണ് ഇത്. നമുക്കറിയാം, നമ്മുടെ ബയോളജിയിൽ നമുക്ക് 5 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്, അല്ലെ കുട്ടികളെ? ആദ്യത്തെ 4 ചാപ്റ്റേഴ്സ് നമ്മുടെ ലിവിങ് വേൾഡ്, അല്ലെ വേൾഡ് ഓഫ് ലിവിങ്ങിൽ വരുന്ന ചാപ്റ്റേഴ്സ് ആണ്, അല്ലെ കുട്ടികളെ? ലൈഫ് പ്രോസസ്, കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ, ഹൗ ഡു ഓർഗാനിസംസ് റീപ്രൊഡ്യൂസ്, അതുപോലെ തന്നെ ഹെറിഡിറ്റി. എവല്യൂഷൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട്, അപ്പൊ ഹെറിഡിറ്റി മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ യൂണിറ്റിൽ വരുന്നത് നമുക്കറിയാം നാച്ചുറൽ റിസോഴ്സസിൽ വരുന്ന ഒരു ചാപ്റ്റർ ആണ് അവർ എൻവിറോൺമെന്റ്. അപ്പൊ ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് വരുന്നത്. ഇതിൽ ഫസ്റ്റ് യൂണിറ്റ് സാറ് പറഞ്ഞ 4 ചാപ്റ്റേഴ്സിൽ നിന്നുമായി നമുക്ക് 25 മാർക്കിന്റെ ചോദ്യമാണ് പബ്ലിക് എക്സാമിന് ചോദിക്കുക. രണ്ടാമത്തെ യൂണിറ്റിൽ നിന്ന് 5 മാർക്ക്, അങ്ങനെ മൊത്തത്തിൽ 30 മാർക്കിന്റെ ചോദ്യമാണ് മക്കളെ നമുക്ക് പബ്ലിക് എക്സാമിന് ബയോളജിയിൽ നിന്ന് വരുന്നുണ്ടാവുക. അപ്പൊ എങ്ങനെയാണ് ഈ 30 മാർക്കും നമ്മൾ സ്കോർ ചെയ്യേണ്ടത് എന്നൊരു ടാറ്റിക്സ് പറഞ്ഞ് പങ്കുവയ്ക്കാനാണ് അക്ഷയ് സാർ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ആദ്യം തന്നെ അക്ഷയ് സാറിന് പറയാനുള്ളത്, നമ്മൾ ഏതൊരു ടോപ്പിക്ക് പഠിക്കുമ്പോഴും, സയൻസിലെ ഏതൊരു ടോപ്പിക്ക് പഠിക്കുമ്പോഴും മക്കളെ അത് നമ്മൾ മനസ്സിലാക്കി പഠിക്കാം. അതല്ലാതെ ബൈഹാർട്ട് ചെയ്യുന്ന പ്രവണത മക്കൾക്കുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. സയൻസ് വിഷയങ്ങൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി പഠിക്കുക. എസ്പെഷ്യലി ബയോളജി. നമുക്കറിയാം, നമ്മുടെ ശരീരത്തെ കുറിച്ചാണ് ഏറിയ പങ്കും ടോപ്പിക്സും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം അത് നമ്മൾ മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി മാത്രം പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. നമ്മളൊരു കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ ആ കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് എത്രയൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മക്കളെ, നിങ്ങൾ പഴയ വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പരിശോധിച്ചാൽ ഒരേ കോൺസെപ്റ്റിൽ നിന്ന് തന്നെ വ്യത്യസ്ത തരത്തിലുള്ള ചോദ്യങ്ങൾ വരുന്നതായി നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ അത് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ടാക്കിൾ ചെയ്യണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്: ഓരോ കോൺസെപ്റ്റിൽ നിന്നും വരുന്ന ചോദ്യങ്ങൾ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക മക്കളെ? പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അക്ഷയ് സാറിന് പറയാനുള്ളത്. നമ്മുടെ വിഷയം ബയോളജിയാണ്, അല്ലെ മക്കളെ? ബയോളജിയെ സംബന്ധിച്ചിടത്തോളം ഡയഗ്രാംസ് എന്ന് പറയുന്നത് ബയോളജിയുടെ ഒരു ലൈഫാണ്. അപ്പോൾ ഡയഗ്രാംസ് മാക്സിമം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന ഡയഗ്രാംസ് നിങ്ങൾ വരച്ച് പഠിച്ച് ലേബലിംഗ് കൂടി ഓരോ ഭാഗങ്ങൾ കൃത്യമായി അടയാളപ്പെടുത്താനും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവണം. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു ടാറ്റിക്സ് ആണ് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും ആ ടോപ്പിക്കിൽ വരുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ നിങ്ങൾ ഒരു ഷോർട്ട് നോട്ട് പോലെ കീപ്പ് ചെയ്യണം മക്കളെ. ഷോർട്ട് നോട്ട് പോലെ കീപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ബ്രെയിൻ മാപ്പിംഗ് കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് വ്യത്യസ്ത തരത്തിലുള്ള ഇങ്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നോട്ട് പ്രിപ്പയർ ചെയ്യാം. കൃത്യമായി നിങ്ങൾ ലോങ് ആൻസർ എന്നുള്ള രീതിയിലല്ലാതെ ഷോർട്ടാക്കി നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക. പരീക്ഷയിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇത് ഇലാബറേറ്റ് ചെയ്താൽ മതിയാവും. അപ്പൊ ഇതൊരു ബെസ്റ്റ് ടാറ്റിക്സ് ആണ് മക്കളെ, ഷോർട്ട് നോട്ട് മെയിൻറ്റെയിനിങ് എന്നുള്ളത്. വീക്ക്ലി റിവിഷനും മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് മക്കളെ. ഓരോ ആഴ്ചയിലും നമ്മൾ പഠിച്ചത് കൃത്യമായി വീക്ക് എൻഡിൽ റിവൈസ് ചെയ്യാൻ കൂടി മക്കൾ ശ്രദ്ധിക്കണം. റിവിഷൻ ആണ് മക്കളെ നമ്മൾ എപ്പോഴും ബ്രഷപ്പ് ചെയ്യാൻ സഹായിക്കുക. മുന്നേ പഠിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ ബ്രഷപ്പ് ചെയ്യണമെങ്കിൽ കൃത്യമായ റിവിഷനും നമുക്ക് ആവശ്യമാണ്. വീക്ക്ലി റിവിഷൻ ഈസ് ഓൾസോ അനദർ ഇമ്പോർട്ടന്റ് പോയിന്റ് യു ഹാവ് ടു റിമെമ്പർ. ഓരോ ചാപ്റ്റേഴ്സിലും മക്കൾ ഫേസ് ചെയ്യുന്ന ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഏരിയാസിന് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കണം മക്കളെ. ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ കൂടുതലായി പഠിച്ച് അവിടെ നിന്ന് വരുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനും മക്കൾ ശ്രമിക്കേണ്ടതുണ്ട്. നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രത്യക്ഷപ്പെടുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ, അസേർഷൻ ആൻഡ് റീസണിംഗ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, കേസ് സ്റ്റഡി, ഇതൊക്കെ വളരെ കൃത്യമായി തന്നെ നിങ്ങൾ മുന്നേ തന്നെ പ്രാക്ടീസ് ചെയ്യണം. കാരണം പലപ്പോഴായി ഇത് ഈ MCQ ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ നമുക്ക് എളുപ്പമാണെന്ന് തോന്നുമെങ്കിലും മാർക്ക് പോകാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് MCQ ആയാലും അസേർഷൻ ആൻഡ് റീസണിംഗ് ആയാലും. അപ്പൊ കൃത്യമായ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ കൃത്യസമയത്ത് ശരി ഉത്തരം നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. സമയം കൃത്യമായി പരീക്ഷാ ഹാളിൽ വിനിയോഗിക്കാൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് കൃത്യമായി വിനിയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ സമയം തീർന്നു പോകും. നിങ്ങൾക്ക് ആൻസർ സ്റ്റിൽ എഴുതാനുണ്ടാവും, സമയം തീർന്നു പോകുന്ന അവസ്ഥയുണ്ടാവാം. അപ്പൊ ഇതിന് പരിഹാരമായിട്ട് കൃത്യമായി ഓരോ ക്വസ്റ്റ്യന്റെയും മാർക്കിനനുസരിച്ച് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക മക്കളെ? ആൻസർ എഴുതാനും നിങ്ങൾ ശ്രമിക്കണം. അപ്പൊ ഇത് ചെയ്യണമെങ്കിൽ പബ്ലിക് എക്സാമിന് മുന്നേ തന്നെ മക്കൾ എന്ത് ചെയ്യണം? ഇത്തരം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. എഴുതി തന്നെ മോഡൽ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം മക്കളെ? കൃത്യമായി പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ ഇത്രയുമാണ് അക്ഷയ് സാറിന് പറയാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും
നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫുൾ മാർക്ക് ബയോളജിയിൽ സ്കോർ ചെയ്യാൻ പറ്റും കുട്ടികളെ. അപ്പൊ ഈ വർഷത്തെ ബയോളജി നമുക്ക് എല്ലാവർക്കും ഉഷാറായി അടിപൊളിയായി പഠിക്കാൻ കുട്ടികളെ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.